another marvelous episode of Filmy Bazaar. An ultimate entertainment updates from movies. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ക്യൂട്ടീസ് നൈറ്റീസ് ആൻഡ് റീഹ വെഡിങ് സെന്റർ തലശ്ശേരിയാണ് രണ്ട് ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നത്. സോ നമ്മൾക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് പോകാം. ആദ്യം തന്നെ ഭയങ്കര സന്തോഷകരമായ ഒരു ന്യൂസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒപ്പം ഭയങ്കര ഹിറ്റായിരിക്കുകയാണ്. നല്ല റിവ്യൂസ് ആണ്, നല്ല ഫാമിലി എന്റർടൈനർ ആണ്. ആ കൂട്ടുകെട്ട് പ്രിയദർശൻ സാർ ആൻഡ് ലാലേട്ടൻ കൂട്ടുകെട്ട് അതിന്റെ പോസ്റ്റർ കണ്ടായിരുന്ന വർഷങ്ങളോളം ഒപ്പം അതിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേര് വന്നത്. അതെ, ഇപ്പൊ നമ്മൾ പറയാൻ വന്ന ഒപ്പത്തിന്റെ കാര്യമല്ല, ഒപ്പത്തിനൊപ്പം തന്നെ അതെ പുലിമുരുകന്റെ കാര്യമാണ് പറയാൻ വരുന്നത്. കാരണം പുലിമുരുകന്റെ ട്രെയിലർ കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ആ ട്രെയിലേഴ്സിനകത്ത് തന്നെ വളരെ ആവേശകരമായ ഒരു റെസ്പോൺസ് ആണ് വ്യൂവേഴ്സിന് കിട്ടുന്നത്. ഒപ്പം തന്നെ ആ പേര് പുലിയുടെ മൂവി തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ പുലിമുരുകന്റെ ട്രെയിലറൂടെ കാണുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് എന്തായിരിക്കും? ഭയങ്കര രസകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും. പുലിമുരുകന്റെ ഇത് പറയുമ്പോഴത്തേനും അത് എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്ന് പോലും എല്ലാവരോടും പറയാതെ ഒളിച്ചു വെച്ച് ഭയങ്കര ലൊക്കേഷൻ ചിത്രങ്ങളൊക്കെ ഇപ്പൊ ലൊക്കേഷൻ സ്റ്റിൽസ് ഒക്കെ എപ്പോഴും നമുക്ക് മൂവി പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മള് ലൊക്കേഷൻ ചിത്രങ്ങളും ലാലേട്ടന്റെ പൂജ സംഭവങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയസിൽ എല്ലാം തന്നെ ഇടുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു ലൊക്കേഷൻ സ്റ്റിൽസ് ഒക്കെ ഭയങ്കര ഹൈഡ് ചെയ്തിട്ട് അത്രയും അവര് അതിനെ ഒരു സസ്പെൻസ് ആക്കി വെച്ചിട്ടാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. അത്രയും ഒരു ഹിറ്റായ ഒരു ബിഗ് ബഡ്ജറ്റ്. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, പുലിയൊക്കെ ഉള്ള സ്ഥിതിക്ക് സംഭവം കാട്ടിലായിരിക്കും ഷൂട്ട് ചെയ്തിരിക്കുക. വളരെ നന്നായിട്ടുണ്ട്. കണ്ടുപിടിച്ച് വൈശാഖ് വളരെ എന്താ തന്ത്രപരമായി ഒതുക്കി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. സൈനി അത് കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ഇതാണ്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടാലോ? ട്രെയിലർ ചിത്രം റിലീസിന് എത്തുന്നത് October 7th നമ്മളുടെ ഒരു വലിയ കാത്തിരിപ്പ് തന്നെയാണ്. ഒരു അവൈറ്റഡ് മൂവിയാണ് ഇത്, ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണിത്. മലയാളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പുലിയുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട് ഇതില്. അതാണ് ഞാൻ പറഞ്ഞ സംഭവം കാട്ടിലാണെന്ന്. പീറ്റർ ഹെയ്ൻ ആണ് ഇതിന്റെ ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും വളരെ എല്ലാവരും കാത്തിരിക്കുന്ന ഈ ട്രെയിലേഴ്സ് ടീസേഴ്സ് ഓൾറെഡി ഹിറ്റ് ആയിരുന്നു. ഇപ്പൊ ട്രെയിലേഴ്സും അതുപോലെ തന്നെ ഹിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഒപ്പം മൂവി എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടാ. എന്തായാലും October 7th വരെ നമ്മൾ ഇനിയും ഡേറ്റ് ഒന്നും പോസ്റ്റ്പോണ്ട് ആവാതെ ഇനി നമ്മുടെ പ്രതീക്ഷകളല്ലേ അല്ലെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റി ഒക്കെ ഇനിയും ഒരുപാട് നീട്ടാതെ October 7th തന്നെ എന്തായാലും റിലീസ് ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ചിത്രം വൻ വിജയമായി തീരട്ടെ, ഹിറ്റായിരിക്കും. ലാലേട്ടൻ മൂവിയല്ലേ. എനിവേസ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ട്രാക്ക്. ഓക്കേ, ബാക്ക് ടു ദ ഷോ ഫിൽമി ബസാർ, an ultimate entertainment updates from movies. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് ക്യൂട്ടീസ് നൈറ്റീസ് ആൻഡ് റീഹ വെഡിങ് സെന്റർ തലശ്ശേരിയാണ് രണ്ട് ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നത്. എനിവേസ് എന്തായാലും ഞാൻ നെക്സ്റ്റ് ഒരു ഇമോഷണൽ ന്യൂസ് ആണ് പറയാൻ പോകുന്നത്. നിഷയുടെ നെഞ്ചിന്റെ ഇടതുഭാഗത്തായിട്ട് ഒരു വേദന വരുന്നെന്ന് കരയോ ഇനിയുടെ? ഇല്ല അങ്ങനൊന്നുമില്ല. നമ്മളിപ്പം ശരിക്കും നമുക്ക് ഒരുപാട് പേരോടല്ല, ചിലവരോടൊക്കെ ചില ആൾക്കാരോട് നമുക്ക് ഒരു ആരാധന തോന്നും. ഇപ്പൊ ആ ആരാധന തോന്നുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഊർജ്ജമായിരിക്കും പിന്നീടുള്ള ലൈഫ് ത്രൂ അങ്ങോട്ട്. അവരുടെ ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് തോന്നുന്ന ആൾക്കാരോടാണ് ആരാധന തോന്നുന്നത്. നടിയാകണം അല്ലെങ്കിൽ നല്ലൊരു ആക്ടർ ആകണം എന്ന് അല്ല നമ്മുടെ കാര്യമുള്ള. അപ്പൊ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ആക്ടറെ കാണുന്നു. ആ ആക്ടർ നമുക്ക് വേണ്ടി നല്ല ഒരു പ്രചോദനം വാക്കുകൾ തരുന്നത്. അത് പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? അതായത് നമ്മുടെ ഒരു ഡയറക്ടറിന് മറ്റൊരു ഡയറക്ടറിനോട് ഒരു ആരാധന തോന്നുകയാണ്. അതായത് നമ്മുടെ ജൂഡ് ആന്റണിക്ക് പ്രിയദർശൻ സാറിനോടാണ് കടുത്ത ആരാധന ഉണ്ടായിരുന്നത്. ആർക്കും തോന്നിപ്പോവും. അതൊരു അത്രയും ഗ്രേറ്റ് ടാലന്റഡ് ഡയറക്ടറാണ് പ്രിയദർശൻ സാർ. അപ്പം വിനീത് ശ്രീനിവാസിന്റെ മാരേജ് ടൈമിനാണ് പ്രിയദർശൻ സാറിനെ ആദ്യമായി കാണുന്നത്. സോ അങ്ങനെ പോയി സാറിന്റെ ഒരു ആരാധകനാണെന്നൊക്കെ പറഞ്ഞ് പോയി പരിചയപ്പെട്ട് ജൂഡ് ആന്റണി ഇങ്ങനെയൊക്കെ പരിചയപ്പെട്ടെല്ലാം കഥയെല്ലാം പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ അതെ അങ്ങനെ ഒപ്പത്തിന്റെ മൂവി ഇങ്ങനെ റിലീസായി അതിന്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് പ്രിയദർശൻ സാർ ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് ജൂഡ് ആന്റണി കമന്റ് ചെയ്തപ്പം തിരിച്ച് വളരെ ഇതായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് അവിടെ നടന്നത്. സാറ് ജൂഡ് ആന്റണിക്ക് മറുപടി പറയുന്നു. അത് ഭയങ്കര സന്തോഷത്തിലായിരിക്കുകയാണ് ജൂഡ് ആന്റണി. സോ ജൂഡ് ആന്റണി അത് സ്ക്രീൻഷോട്ട് ഒക്കെ ആക്കി അതെ സ്വന്തം പേജിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിങ്ങനെ പറയുകയാണ്. കാരണം സാറിനോടുള്ള ആരാധനയും ഇനിയും ഈ വാക്കുകൾ മതി. അതായത് മുത്തശ്ശി ഗതയ്ക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ടാണ് സാർ ആശംസകൾ. സാമ്യം കൂടെ ഉണ്ട്. നമ്മുടെ പ്രിയദർശൻ സാറ് സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന്റെ പേരാണ്
അതെ, ഇത് ഇത് ഗദ. ജൂഡ് ആന്റണിയുടെ ഗദയും കഥയും എല്ലാം കൂടെ കുറച്ച് സാമ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ജൂഡ് ആന്റണി ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ത്രൂ ഔട്ട് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഈ പറഞ്ഞ വാക്കുകളാണ് ഊർജം തരുന്നത്. ജൂഡ് ആന്റണിയിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് വേദന മാറിയോ? ഇപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ എന്തൊന്നില്ലാത്ത ഒരു ആശ്വാസമുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു ട്രെയിലർ കാണാം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ വെൽക്കം ടു സെൻട്രൽ ജയിലിന്റെ ട്രെയിലർ ആണ് കണ്ടത്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. സുന്ദർദാസ് ആൻഡ് എന്നൊക്കെ പറയുന്ന പോലെയാണ് വെൽക്കം ടു സെൻട്രൽ ജയിൽ. സുന്ദർദാസ് ആൻഡ് ദിലീപേട്ടൻ കോമ്പിനേഷൻ ഒരു 13 ഇയേഴ്സ് ഗ്യാപ്പിന് ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്ന സിനിമകളാണ്. ഒരുപാട് സിനിമകൾ നമുക്കറിയാം അവർ തമ്മിലുള്ളത്. അപ്പൊ ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഈ ഓണക്കാലത്ത് റിലാക്സ് ചെയ്യാനും ഒരുപാട് ചിരിക്കാനും ഒക്കെ ഉള്ള നല്ലൊരു ഫാമിലി എന്റർടൈനർ തന്നെയായിരിക്കും വെൽക്കം ടു സെൻട്രൽ ജയിൽ. സോ എല്ലാവരും തിയേറ്ററുകളിൽ പോയി സിനിമയൊക്കെ കാണുക. നമുക്ക് നെക്സ്റ്റ് ഒരു ട്രാക്ക് ബാക്ക് ടു ദി ഷോ ഫിൽമി ബസാർ, an ultimate entertainment updates from movies. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്യൂട്ടീസ് നൈറ്റീസ് ആൻഡ് റീഹാബ് വെഡിങ് സെന്റർ തലശ്ശേരിയാണ് 2 ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്യുന്നത്. സോ പ്രിയദർശന്റെ ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, പ്രിയദർശന്റെ ഒരു ആരാധകനായ സംവിധായകൻ ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഒരു മുത്തശ്ശി ഗദ. അത് കഥയാണെങ്കിൽ ഇവിടെ ഗദയാണ്. ഇപ്പൊ ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിന് ശേഷം മൂവിയായിരുന്നു ഓം ശാന്തി ഓശാന. സത്യം പറഞ്ഞ മനസ്സിൽ തൊട്ട് പറഞ്ഞ ഒരുപാട് ഇഷ്ടപ്പെട്ട ചിത്രമായിരുന്നു. കാരണം അത് എല്ലാവരും മൂവിയായിരുന്നു, നല്ലൊരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. അതിനുശേഷം 2 വർഷം അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 2 ഇയേഴ്സ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു. അപ്പൊ ഫാമിലിയുമായിട്ട് കുറെ നാൾ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് നല്ലൊരു കഥ കിട്ടാനിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതെന്നാണ്. നല്ല സംവിധായകർ എപ്പോഴും അങ്ങനെ ആയിരിക്കും, നല്ല ടൈം ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് നല്ല കഥയൊക്കെ ആയിട്ട് ചെയ്യും. ഇപ്പൊ നിവിൻ പോളിയാണ് ഇങ്ങനെ ഒരു ത്രെഡ് ആദ്യം പറഞ്ഞത്. പിന്നെ ഇവരിങ്ങനെ കുറെ വർക്ക് ഔട്ട് ആവും എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും അദ്ദേഹത്തിന് ആ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഈ ഒരു കഥയുമായിട്ട് മുമ്പോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു പോസ്റ്റ് ഒക്കെ ഇടയ്ക്ക് കൊടുത്തിരുന്നു. അതായത് നല്ല സ്മാർട്ട് ആയിട്ടുള്ള മുത്തശ്ശിമാരെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2 പോസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ പ്രായമായ മുത്തശ്ശിമാരൊന്നും അല്ല ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. രാജിനി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ലേഡിയാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഭാഗ്യലക്ഷ്മി നമ്മുടെ അതെ. അപ്പൊ അങ്ങനെ 2 മുത്തശ്ശിമാരാണ് ഇതിനകത്ത് പ്രസന്റ്ലി ഉള്ളത്. പിന്നെ ഒരുപാട് പേരെ ഈ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് കേൾപ്പിച്ചു. അങ്ങനെ അവരെല്ലാവരും ഇഷ്ടം, ലാൽ ജോസ്, വിനീത് ശ്രീനിവാസൻ, എല്ലാരെയും സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അവർക്കെല്ലാം ഈ സ്ക്രിപ്റ്റ് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇത് ചിലവരുടെ അഭിമാനം സമ്മതിക്കൂല. എന്ത് മറ്റ് ഡയറക്ടേഴ്സിനെ സ്വന്തം സ്ക്രിപ്റ്റ് വായിപ്പിക്കാൻ. ഇവിടെ അതിനുള്ള തുറന്ന മനസ്സും കൂടെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മുത്തശ്ശി ഗദ. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ട്രെയിലർ കണ്ടാലോ? ഓക്കെ. എന്തോന്നത് ഞാൻ വിചാരിച്ചു ചിരി ഇവിടെ നോൺ സ്റ്റോപ്പ്. ഈ ട്രെയിലറിൽ ഇത്രയും കോമഡി ഉണ്ടെങ്കിൽ സിനിമ എന്തായാലും എല്ലാവരും ഇഷ്ടപ്പെടും. പൂലൻദേവിയുടെ സംഭവം വായിച്ചിട്ടുണ്ടോ? ഇല്ല, സിനിമ കാണണമെന്നാണ്. മുത്തശ്ശി അതായത് മാതാപിതാക്കളെ പുച്ഛിക്കുന്നവർക്കായുള്ള ഒരു സിനിമയാണെന്നാണ് ജൂഡ് ആന്റണി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത സെപ്റ്റംബർ 15 ഈ മൂവി തിയേറ്ററുകളിൽ എത്തുന്നത്. പിന്നെ അതുകൂടാതെ ഓണത്തിന് ശേഷമാണ്. പിന്നെ ഇതിനകത്തിൽ ഒരുപാട്, അതായത് ലാലേട്ടൻ, പൃഥ്വിരാജ്, വിക്രം, ദിലീപേട്ടൻ, അങ്ങനെ ഒരുപാട് സിനിമകൾക്കൊപ്പമാണ് ഈ സിനിമ ഫൈറ്റ് ചെയ്യാനായിട്ട് എത്തുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഉള്ള മൂവി തന്നെയായിരിക്കും ഇത്. അപ്പൊ എന്തായാലും നമ്മുടെ ഫിൽമി ബസാറിന്റെ സമയം ഇവിടെ തീരുകയാണ്. വീണ്ടും ഒരുപാട് സ്പെഷ്യൽ സെഗ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും. Till then, this is Nisha and Saina signing off. Bye bye.